നമസ്കാരം. നമ്മളിന്ന് തലച്ചോറിലെ വളരെ ചെറിയ എന്നാൽ ഭയങ്കര ശക്തനായ ഒരു ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, അമിഗ്ഡാല. നമ്മുടെ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രം ഏതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരേ ഒരു പേരായിരിക്കും വരുന്നത്. അതെ, അതുതന്നെ, അമിഗ്ഡാല. ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരം. പക്ഷേ അതൊരു പൂർണ്ണമായ ചിത്രമല്ല. സത്യം പറഞ്ഞാല് കഥ അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പൊതുവായ ധാരണ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് അമിഗ്ഡാലയുടെ ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അമിഗ്ഡാലയുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് മുൻപ് അത് തലച്ചോറിൽ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കാമല്ലേ? നമ്മുടെ തലച്ചോറിലെ ടെമ്പറൽ ലോബിലാണ് അമിഗ്ഡാലയുടെ സ്ഥാനം. അതായത് ഏകദേശം ചെവിക്ക് പിന്നിലായിട്ട് വരും. അതിന്റെ സ്ഥാനം കൃത്യമായിട്ടൊന്ന് സങ്കല്പിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളുടെ കണ്ണിലൂടെ നേരെ പിന്നിലോട്ടും ചെവിയിലൂടെ നേരെ ഉള്ളിലോട്ടും ഓരോ അമ്പ് പോകുന്നുവെന്ന് വിചാരിക്കുക. ആ രണ്ട് സാങ്കല്പിക രേഖകളും കൂട്ടിമുട്ടുന്ന ഒരിടമില്ലേ, ഏകദേശം അവിടെയാണ് അമിഗ്ഡാല. തീർച്ചയായും തലച്ചോറിന്റെ രണ്ട് വശത്തും ഓരോന്നു വീതം ഇതുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ബദാമിന്റെ ആകൃതിയുള്ള ഭാഗം എന്ന വിശേഷണം. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. പണ്ടത്തെ അനാറ്റമിസ്റ്റുകൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗം കണ്ടപ്പോൾ അതിന് ബദാമിന്റെ ആകൃതിയുണ്ടെന്ന് തോന്നി, അങ്ങനെയാണ് ആ പേര് വന്നത്. എന്നാൽ ശരിക്കും അതിന്റെ മുഴുവൻ ഘടനയും അതിനേക്കാൾ ഒരുപാട് സങ്കീർണമാണ്. അപ്പോ അതിന്റെ സ്ഥാനം നമുക്ക് പിടികിട്ടി. ഇനി അതിന്റെ ശരിക്കുള്ള പവർ എന്താണെന്ന് നോക്കാം. അമിഗ്ഡാലയുടെ രഹസ്യം മുഴുവൻ കിടക്കുന്നത് തലച്ചോറിലെ മറ്റു ഭാഗങ്ങളുമായുള്ള അതിന്റെ കണക്ഷനുകളിലാണ്. അമിഗ്ഡാല ഒരു സെൻട്രൽ ഹബ്ബ് പോലെയാണ്. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക് എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ആദ്യം ഇങ്ങോട്ടേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇവിടെ വെച്ച് അമിഗ്ഡാല ഈ വരുന്ന വിവരങ്ങളുടെയൊക്കെ പ്രാധാന്യം അളക്കും. ഇത് പ്രധാനപ്പെട്ടതാണോ, അപകടമുള്ളതാണോ, എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള സിഗ്നലുകൾ പുറത്തേക്ക് വിടും. നമ്മൾ പേടിച്ച് സ്തംഭിച്ചു പോകുന്നതും ഹൃദയമിടിപ്പ് കൂടുന്നതും സ്ട്രെസ് ഹോർമോണുകൾ റിലീസാവുന്നതുമൊക്കെ ഈ സിഗ്നലുകളുടെ ഫലമാണ്. പക്ഷേ ഈ ഭയത്തോടുള്ള പ്രതികരണമൊക്കെ അതിന്റെ ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ്. അമിഗ്ഡാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരിക്കുമുള്ള ജോലി എന്താണെന്ന് നമുക്കിനി നോക്കാം. ഇവിടെയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. ശരിക്കും അമിഗ്ഡാലയുടെ പ്രധാന ജോലി എന്താന്ന് വെച്ചാൽ സാധാരണ സംഭവങ്ങളും പ്രധാനപ്പെട്ട ഫലങ്ങളും തമ്മിൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതായത് ഇത് ഭയത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് മോശം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഉദാഹരണത്തിന്, ഒരു പ്രത്യേകതയുമില്ലാത്ത ഒരു ശബ്ദം കേട്ടതിനു ശേഷം നമുക്കൊരു ഷോക്ക് കിട്ടിയെന്ന് വെക്കുക. അടുത്ത തവണ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ തലച്ചോറ് അതിനെ ഒരു അപകട സൂചനയായി പഠിച്ചെടുക്കും. നേരെ മറിച്ച് ഒരു മണിയടി കേട്ടതിനു ശേഷം നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയാലോ, പിന്നീട് ആ മണിയടി കേൾക്കുമ്പോൾ തന്നെ അതൊരു നല്ല കാര്യത്തിന്റെ സൂചനയായി തലച്ചോറ് പഠിക്കും. ഇതാണ് അമിഗ്ഡാലയുടെ പ്രധാന പണി. അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും അല്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെന്താ ഇതിന് ഭയത്തിന്റെ പേരിൽ ഇത്ര പ്രശസ്തി വന്നത്? അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: അതിജീവനം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു സമ്മാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണോ, അതോ കൺമുന്നിലുള്ള ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ കൂടുതൽ പ്രധാനം? തീർച്ചയായും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിന് ഒരു നെഗറ്റീവ് ബയസ് ഉള്ളത്. അപകടങ്ങളോടുള്ള പ്രതികരണം നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമായതുകൊണ്ട് ഭയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന കിട്ടിയത്. അപ്പോ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അമിഗ്ഡാല നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ഈ പഠനം അവിടെ തീരുന്നില്ല. ഇത് നമ്മുടെ ഓരോ ചലനങ്ങളെയും ഓരോ തീരുമാനങ്ങളെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് വെറുതെ തലച്ചോറിൽ ഓർമ്മകളായി ഇരിക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും അപകടസാധ്യതകൾ ഒഴിവാക്കാനും അത് നമ്മളെ സജീവമായി സഹായിക്കുന്നു. ഇതിന് വളരെ ലളിതമായ ഉദാഹരണങ്ങളുണ്ട്. പണ്ട് നമുക്ക് ഭക്ഷണം കിട്ടിയൊരു സ്ഥലം, ആ സ്ഥലത്തിന്റെ സൂചനകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. അതുപോലെ പണ്ട് വേദനയുണ്ടാക്കിയൊരു അനുഭവത്തിന് മുൻപ് കേട്ടൊരു ശബ്ദം, അത് വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമിഗ്ഡാല ഒരു ഭയത്തിന്റെ കേന്ദ്രം മാത്രമല്ല, അതിനേക്കാൾ ശരിയായ വിശേഷണം, അതൊരു പ്രാധാന്യം തിരിച്ചറിയുന്ന ഉപകരണം അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് ഡിറ്റക്ടർ ആണെന്നുള്ളതാണ്. എന്തിനോട് അടുക്കണം, എന്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കി വയ്ക്കാം.
നമ്മുടെ അനുഭവങ്ങളാണ് എന്തിനെ ഭയക്കണമെന്നും എന്തിനെ ആഗ്രഹിക്കണമെന്നും അമിഗ്ഡാലയെ പഠിപ്പിക്കുന്നതെങ്കിൽ പുതിയതായി എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ബന്ധങ്ങൾ നമുക്കതിനെ ബോധപൂർവം പഠിപ്പിച്ചെടുക്കാൻ കഴിയും.